ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസിയേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആണ്. ബേസിക് ആയിട്ടുള്ള ജനറൽ ഫോർമുലാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ജനറൽ ഫോർമുലാസ് ആണ്. ജനറൽ ഫോർമുലാസ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഇവിടെ ജനറൽ ഫോർമുലാസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് 1 പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. അതായത് ഇവിടെ എൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1. അതായത് എക്സ് റേസ് ടു 3 എന്ന നമ്പർ വരുമ്പോൾ 3 എന്ന് പറയുന്നതാണ് ഇവിടെ എന്തായിട്ട് എടുക്കേണ്ടത്? എൻ ആയിട്ട് എടുക്കേണ്ടത്. എക്സ് എന്ന് പറയുന്നത് അവിടെ വേരിയബിൾ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു 3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 3 എക്സ് റേസ് ടു 3 മൈനസ് 1 ആണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഫസ്റ്റ് ജനറൽ ഫോർമുല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എൻ ഈക്വൽ ടു എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1. നെക്സ്റ്റ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഈക്വൽ ടു 1. തേർഡ് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് സി ഈക്വൽ ടു 0. സി എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പേഴ്സ് ആവാം, 2 ആവാം, 3 ആവാം. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് 2 എന്ന് മാത്രം വരുമ്പോൾ ദാറ്റ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഡി ബൈ ഡി എക്സ് ഓഫ് എ എന്ന് പറഞ്ഞാലും അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻസ് വരുന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ദെൻ ഫോർത്ത് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് ആണ്. ദാറ്റ് ഈക്വൽ ടു 1 by 2 റൂട്ട് എക്സ്. ഇനി ഫിഫ്ത്ത് വൺ ഡി ബൈ ഡി എക്സ് ഓഫ് 1 by എക്സ് ഈക്വൽ ടു മൈനസ് 1 by എക്സ് സ്ക്വയർ. ഇനി നെക്സ്റ്റ് സിക്സ്ത് വൺ പറയുന്നത് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ആൻസർ വരിക. ദാറ്റ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു എ എക്സ് ആണ്. അതായത് ഇവിടെ എ എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇ റേസ് ടു എ എക്സ് ആയിരിക്കണം. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ആണ്. ദാറ്റ് ഈക്വൽ ടു 1 by എക്സ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എ ഈക്വൽ ടു 0. അതായത് ലോഗ് എ എന്ന് പറയുന്നത് ഇവിടെ എന്താ? കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എയുടെ ഫോർമുല എന്തായിരിക്കണം? ദാറ്റ് ഈക്വൽ ടു 0. ഇനി 10th വൺ പറയുന്നത് ഡി ബൈ ഡി എക്സ് ഓഫ് എ റേസ് ടു എക്സ് ഈക്വൽ ടു എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ ആണ്. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഈ 11th 12th ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് കോസ് എക്സ്. അതേപോലെ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് മൈനസ് സൈൻ എക്സ്. അതായത് സൈൻ എക്സും കോസ് എക്സും തമ്മിൽ അവിടെ ഒരു റിലേഷൻ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കുമ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെയും എന്താ പറഞ്ഞിരിക്കുന്നത്? ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ എക്സും സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. അപ്പോൾ ടാൻ എക്സും സീക്ക് എക്സും തമ്മിലൊരു റിലേഷനാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് കൊസിക് സ്ക്വയർ എക്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് കൊസിക് എക്സ് ഈക്വൽ ടു മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ്. അപ്പോൾ ഇവിടെയും ഇതേപോലെ തന്നെ കോട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസിക് സ്ക്വയർ എക്സും കൊസിക് എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് കൊസിക് എക്സ് കോട്ട് എക്സ് ആണ്. അപ്പോൾ ഇവിടെ കോട്ട് എക്സും കൊസിക് എക്സും തമ്മിലൊരു റിലേഷൻ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 by root of 1 minus എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു മൈനസ് 1 by root of 1 minus എക്സ് സ്ക്വയർ. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ നെഗറ്റീവ് ആണ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് വന്നിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 by 1 plus എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു മൈനസ് 1 by 1 plus എക്സ് സ്ക്വയർ. ഇവിടെ റിലേഷൻ എങ്ങനെ വന്നിരിക്കുന്നത്? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ നെഗറ്റീവ് ആണ് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവിൽ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 by എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഡി ബൈ ഡി എക്സ് ഓഫ് കൊസിക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു മൈനസ് 1 by എക്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1.
അപ്പോൾ ഇവിടെയും റിലേഷൻസ് നോക്കുമ്പോൾ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ നെഗറ്റീവ് ആണ് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ റിലേഷൻ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് കെ ഇൻറ്റു യു ഈക്വൽ ടു കെ ഡി ബൈ ഡി എക്സ് ഓഫ് യു ആണ്. ഇവിടെ കെ എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് കോൺസ്റ്റൻ്റ് ഔട്ട് സൈഡ് എടുത്തിട്ട് ഡി ബൈ ഡി എക്സ് ഓഫ് യു. യു എന്ന് പറയുന്നത് എന്താണ്, എക്സ് എന്ന വേരിയബിളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് ഡി ബൈ ഡി എക്സ് ഓഫ് കെ യു ഈക്വൽ ടു കെ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് യു പ്ലസ് ഓർ മൈനസ് വി. യുവും വിയും പറയുന്നത് എന്താ, എക്സിൻ്റെ ഫങ്ഷൻസ് ആയിരിക്കും. അപ്പോൾ therefore this equal to d by dx of u plus or minus d by dx of v ആണ്. ഇനി നെക്സ്റ്റ് d by dx of u v പ്രൊഡക്റ്റ് മെത്തേഡാണ്. ദാറ്റ് ഈക്വൽ ടു u ഇൻറ്റു d by dx of v പ്ലസ് v ഇൻറ്റു d by dx of u ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. ഇനി നെക്സ്റ്റ് d by dx of u by v ഈക്വൽ ടു v ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് യു മൈനസ് യു ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് വി ഹോൾ ഡിവൈഡഡ് ബൈ വി സ്ക്വയർ. ഇപ്പോൾ ഇത് കോഷ്യൻ റൂളാണ്. ഇപ്പോൾ പ്രൊഡക്റ്റും കോഷ്യൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ജനറൽ ഫോർമുലാസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്യാം. ചെയിൻ റൂളാണ്. ഫസ്റ്റ് വൺ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. ഇവിടെ ഡി ടിയും ക്യാൻസൽ ചെയ്താൽ നമുക്ക് എന്തിന് ഈക്വലായി, ഡി വൈ ബൈ ഡി എക്സ്. ഈ ഒരു ചെയിൻ റൂൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, രണ്ട് ഫങ്ഷൻസ് തരുമ്പോഴാണ്. അപ്പോൾ ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ആണ്. ഇവിടെയും നോക്കാം, ഡി യു ഇവിടെ ക്യാൻസൽ ചെയ്യാം, ഡി ടി ക്യാൻസൽ ചെയ്താൽ ഡി വൈ ബൈ ഡി എക്സിന് ഈക്വൽ ആയിരിക്കും. പക്ഷേ ഈ ഒരു ജനറൽ ഫോർമുല എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, മൂന്ന് ഫങ്ഷൻസ് തരുമ്പോഴാണ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസിൽ നോക്കാം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് റേസ് ടു എൻ ആണ്. ദാറ്റ് ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് ഓഫ് എക്സ് റേസ് ടു എൻ മൈനസ് വൺ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ഫംഗ്ഷൻ തരുന്ന സമയത്താണ് ഈ ഒരു ജനറൽ ഫോർമുല നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, എഫ് ഓഫ് എക്സ് എന്നുള്ളത് കോസ് എക്സ് റേസ് ടു 3 ആണെന്ന് വിചാരിക്കാം. കോസ് എക്സ് റേസ് ടു 3 ആണെങ്കിൽ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കേണ്ട ജനറൽ ഫോർമുല ഈ ഒരു രീതിയായിരിക്കണം. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു കോസ് എക്സ് റേസ് ടു 3 മൈനസ് 1 അതായത് 2 വരും, ഇൻറ്റു എഗെയിൻ നമ്മൾ എന്ത് ചെയ്യണം, ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ആണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പം therefore എന്തായി കിട്ടി, 3 ഇൻറ്റു കോസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഇനി ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ 3 കോസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു മൈനസ് സൈൻ എക്സ്. അപ്പോൾ ഈ ഇങ്ങനെ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോഴാണ് നമുക്ക് ഈ രീതിയിലുള്ള ജനറൽ ഫോർമുലാസ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരാം. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എന്തെടുക്കാം, 1/2 റൂട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണ്. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് 1 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 1 എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഈ ജനറൽ ഫോർമുലാസും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റേസ് ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ടേം ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതായത് എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു എക്സ് ക്യൂബ് എടുക്കാം. അപ്പോൾ ഇ റേസ് ടു എക്സ് ക്യൂബ് ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക, ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇ റേസ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു ഈ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കൂടി കണ്ടുപിടിക്കണം, ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ക്യൂബ്. അപ്പോൾ therefore this equal to ഇ റേസ് ടു എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കണം, 3x² ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഇവിടെ വരുമ്പോഴാണ് ഇത്രയും ജനറൽ ഫോർമുലാസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരേണ്ടത്.
ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/f(x) ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഈ 1/f(x) എവിടെ വന്നിരിക്കുന്നത്? ഇപ്പോൾ ലോഗിൻ്റെ ബേസിക് ആയിട്ടുള്ള ജനറൽ ഫോർമുലയിൽ എന്താ വന്നിരിക്കുന്നത്? ലോഗ് എക്സ് ആണെങ്കിൽ 1/x ആണ്. അപ്പോൾ ഈ 1/xൻ്റെ പ്ലേസിൽ 1/f(x) ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അപ്പോൾ സൈനിൻ്റെ ജനറൽ ഫോർമുല അറിയാലോ, എന്താണ്? കോസ് എക്സ് ആണ്. പക്ഷേ ഇവിടെ എക്സ് ആവില്ല, എക്സിന് പകരം ഇതേപോലെ എക്സ് ക്യൂബോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോൾ കോസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഗെയിൻ ഡി ബൈ ഡി എക്സ് ഓഫ് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് എക്സും കൂടി കണ്ടുപിടിക്കണം. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. കാരണം കോസ് എക്സിൻ്റെ ജനറൽ ഫോർമുല എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ എഫ് ഓഫ് എക്സ് ആണ് എടുക്കേണ്ടത് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എഫ് ഓഫ് എക്സ്. ടാനിൻ്റെ ജനറൽ ഫോർമുല നമുക്കറിയാം സീക്ക് സ്ക്വയർ ആണ്. അപ്പോൾ സീക്ക് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഗെയിൻ എഫ് ഓഫ് എക്സ് ആണ് എടുക്കേണ്ടത്. ബൈ ഡി എക്സ് ഓഫ് സീക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സീക്ക് എഫ് ഓഫ് എക്സ് ടാൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ജസ്റ്റ് സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആലോചിച്ചാൽ മതി. സീക്ക് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് എക്സ് ടാൻ എക്സ് ആണ്. പക്ഷേ ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എഫ് ഓഫ് എക്സ് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഇൻറ്റു എന്തും കൂടി ചെയ്യണം? ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സും കൂടി ചെയ്തിരിക്കണം. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എഫ് ഓഫ് എക്സ് എന്താണ്? ദിസ് ഈക്വൽ ടു മൈനസ് കൊസിക് സ്ക്വയർ എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. കാരണം കോട്ട് എക്സിൻ്റെ ആണെങ്കിൽ മൈനസ് കൊസിക് സ്ക്വയർ എക്സ് ആണെന്ന് അറിയാം. പക്ഷേ എക്സിൻ്റെ പ്ലേസിൽ എഫ് ഓഫ് എക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫംഗ്ഷൻ അവിടെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ജനറൽ ഫോർമുല എടുക്കേണ്ടത്. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസിക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസിക് എഫ് ഓഫ് എക്സ് കോട്ട് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി നെക്സ്റ്റ് സൈൻ ഇൻവേഴ്സ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈക്വൽ ടു 1/√1 മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് വന്നിരിക്കുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമുക്കറിയാം 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ്. ആ എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ എഫ് ഓഫ് എക്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് എഴുതാൻ കാരണം എന്താണ്? എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് എന്ന് വന്നു എന്ന് വിചാരിക്കാം. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമുക്ക് പറയായിരുന്നു 1/√1 മൈനസ് എക്സ് സ്ക്വയർ ആണ് എന്നുള്ളത്. പക്ഷേ സൈൻ ഇൻവേഴ്സ് എക്സ് ക്യൂബ് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അവിടെ ജനറൽ ഫോർമുല ഇല്ല. ഇങ്ങനെയുള്ള കേസസ് വരുമ്പോഴാണ് എഫ് ഓഫ് എക്സിൻ്റെ ഈ ഒരു ജനറൽ ഫോർമുല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് കൊസിക് ഇൻവേഴ്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് 1/√1 മൈനസ് എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് സൈൻ ഇൻവേഴ്സിൻ്റെ നെഗറ്റീവ് ആയിരിക്കണം കോസ് ഇൻവേഴ്സ് വരേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/1 പ്ലസ് എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. കാരണം ടാൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ നമുക്കറിയാം 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ആ എക്സിൻ്റെ പ്ലേസിൽ എഫ് ഓഫ് എക്സ് എഴുതിയത് മാത്രമേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഡി വൈ ബൈ ഡി എക്സിന് ഈക്വലാണ്. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ വരാണെങ്കിലോ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതണം. അപ്പോൾ രണ്ടും ഡിഫറൻസ് മനസ്സിലാവണം. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ ദിസ് ഈക്വൽ ടു 2x എന്ന് എഴുതിയാൽ മതി. കാരണം ഇവിടെ എക്സ് എന്ന വേരിയബിളാണ്, ഇവിടെയും എക്സ് എന്ന വേരിയബിളാണ്. പക്ഷേ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് വൈ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ വൈ സ്ക്വയർ ആണ്. അപ്പോൾ 2y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതണം. ഇനി നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ക്യൂബാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈക്വൽ ടു എന്തായിരിക്കണം? വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരണം? 3y² ആണ്. ഇൻറ്റു എന്തും കൂടി ആയിരിക്കണം? ഡി വൈ ബൈ ഡി എക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജനറൽ ഫോർമുലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.